ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഷെഫായ മൈക്ക് ജോലി ഉപേക്ഷിച്ച് ഒരു ന്യൂഡിൽസ് കട തുറന്നു. ആദ്യ ദിവസം ഒരു പ്ലേറ്റ് ന്യൂഡിൽസിന് $50 വിലയുള്ളതിനാൽ ഒരു ഉപഭോക്താവ് പോലും കടയിൽ വന്നില്ല. തൽഫലമായി ഏറ്റവും വിലയേറിയതും മികച്ചതുമായ ചേരുവകൾ ഉപയോഗിച്ച് ദിവസവും തയ്യാറാക്കുന്ന ന്യൂഡിൽസ് ഒടുവിൽ ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒരു ദിവസം ഒരു സുഹൃത്ത് കടയിൽ വന്ന് എന്തിനാണ് ഇത്ര ഉയർന്ന വിലയ്ക്ക് ന്യൂഡിൽസ് വിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ട മൈക്ക് തന്റെ സുഹൃത്തിനോട് ഒരു നിമിഷം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അയാൾ അടുക്കളയിൽ പോയി ഒരു പ്ലേറ്റ് ന്യൂഡിൽസ് തയ്യാറാക്കി. ഒരു കടി കഴിഞ്ഞ് സുഹൃത്ത് രുചിയിൽ മയങ്ങി. ന്യൂഡിൽസ് എങ്ങനെയുണ്ടെന്ന് മൈക്ക് തന്റെ സുഹൃത്തിനോട് ചോദിച്ചു. സുഹൃത്തിന് അവയെ പ്രശംസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ലളിതമായ ന്യൂഡിൽസ് എങ്ങനെ ഇത്ര രുചികരമാകുമെന്ന് അദ്ദേഹം ഉടൻ തന്നെ മൈക്കിനോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മൈക്കിന് അഭിമാനം തോന്നി. ഈ ന്യൂഡിൽസ് ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ചും വളരെയധികം പരിശ്രമത്തോടെയും വിശദാംശങ്ങളോടെയുമാണ് നിർമ്മിച്ചതെന്ന് മൈക്ക് വിശദീകരിച്ചു. എന്നിരുന്നാലും വില കേട്ടപ്പോൾ ഉപഭോക്താക്കൾ ഭക്ഷണം കഴിക്കാതെ പോയി. അടുത്ത ദിവസം തന്റെ കടയിൽ ഉപഭോക്താക്കൾ ഇല്ലെന്ന് മൈക്ക് കരുതിയപ്പോൾ വിലയേറിയ ഒരു കാറ് തന്റെ കടയ്ക്ക് പുറത്തു വന്നു. ഒരു വലിയ കമ്പനിയുടെ ഉടമയാണ് തന്റെ ജീവനക്കാർക്ക് രാത്രി അത്താഴത്തിന് 50 പ്ലേറ്റ് ന്യൂഡിൽസ് ഓർഡർ ചെയ്തത്. മൈക്കിന് ഓർഡർ അത്യാവശ്യമായിരുന്നിട്ടും അയാൾ സ്വയം നിയന്ത്രിച്ചു. തന്റെ ന്യൂഡിൽസ് സ്പെഷ്യലാണെന്നും കടയിൽ നിന്ന് കഴിക്കണമെന്നും അയാൾ ക്ഷമയോടെ സ്ത്രീയോട് വിശദീകരിച്ചു. ഇത് കേട്ടപ്പോൾ സ്ത്രീയുടെ ജിജ്ഞാസ ഉണർന്നു. അവൾ ഒരു പ്ലേറ്റ് ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. കടയിൽ പോയി അത് ആസ്വദിക്കാൻ തീരുമാനിച്ചു. ഇതാണ് തന്റെ ആദ്യ ഉപഭോക്താവ് എന്നതിനാൽ പുരുഷൻ അതിയായി സന്തോഷിച്ചു. എന്നാൽ ബില്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്ലേറ്റ് ന്യൂഡിൽസിന് $50 വിലയുണ്ടെന്ന് അയാൾ ഉടൻ തന്നെ സ്ത്രീയെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ തന്റെ